ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുതിയ ടോപ്പിക്കാണ് ഊർജ്ജതന്ത്രത്തിൽ ആണവോർജ്ജം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ്റെ ഡേ 21 ആണെന്ന്. അപ്പോൾ നമുക്ക് ഈ പുതിയ ടോപ്പിക്, അതായത് ആണവോർജ്ജം, നോക്കാം. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് റുദർഫോർഡ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് റുദർഫോർഡ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസും പ്രോട്ടോണും കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസും പ്രോട്ടോണും കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാഭയാണ്. ഇത് ചില PSC എക്സാംസിന് വന്നിട്ടുള്ളതാണ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാഭയാണ്. ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാഭയാണ്. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതാര്? ഹെൻറി ബെക്വറൽ. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതാര്? ഹെൻറി ബെക്വറൽ. ഒന്നുകൂടെ പറയാം, റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതാര്? ഹെൻറി ബെക്വറൽ. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്വറൽ ആണ്. 1896 കണ്ടുപിടിച്ചത് 1896. ഒരു ആറ്റം ആൽഫ, ബീറ്റ, ഗാമ വികിരണങ്ങൾ പുറപ്പെടുവിച്ച് മറ്റൊരു ആറ്റമായി മാറുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. ഒരു ആറ്റം ആൽഫ, ബീറ്റ, ഗാമ വികിരണങ്ങൾ പുറപ്പെടുവിച്ച് മറ്റൊരു ആറ്റമായി മാറുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആവിഷ്കരിച്ചത് മാഡം ക്യൂറിയാണ്. റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആവിഷ്കരിച്ചത് മാഡം ക്യൂറിയാണ്. റേഡിയോ ആക്ടിവിറ്റി അളക്കുന്ന ഉപകരണമാണ് ഗ്രിഗർ മുള്ളർ കൗണ്ടർ. റേഡിയോ ആക്ടിവിറ്റി അളക്കുന്ന ഉപകരണമാണ് ഗ്രിഗർ മുള്ളർ കൗണ്ടർ. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റാണ് SI യൂണിറ്റ് ബെക്വറൽ ആണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ബെക്വറൽ ആണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ മറ്റ് യൂണിറ്റുകളാണ് ക്യൂറി, റുദർഫോർഡ് എന്നിവ. റേഡിയോ ആക്ടിവിറ്റിയുടെ മറ്റ് യൂണിറ്റുകളാണ് ക്യൂറി, റുദർഫോർഡ് എന്നിവ. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ഐറിൻ ജൂലിയറ്റും ഫെഡറിക് ജൂലിയറ്റുമാണ്. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ഐറിൻ ജൂലിയറ്റും ഫെഡറിക് ജൂലിയറ്റുമാണ്. താഴെ പറയുന്നവയിൽ തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ഏത് രശ്മിക്കാണ്? ഗാമ രശ്മികൾ. തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ഏത് രശ്മിക്കാണ്? ഗാമ രശ്മികൾ. റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായുണ്ടാകുന്ന വികിരണങ്ങൾ ആൽഫ, ബീറ്റ, ഗാമ എന്നിവയാണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായുണ്ടാകുന്ന വികിരണങ്ങൾ ആൽഫ, ബീറ്റ, ഗാമ എന്നിവയാണ്. റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളായ ആൽഫയ്ക്ക് പോസിറ്റീവ് ചാർജും ബീറ്റയ്ക്ക് നെഗറ്റീവ് ചാർജുമാണുള്ളത്. റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളായ ആൽഫയ്ക്ക് പോസിറ്റീവ് ചാർജും ബീറ്റയ്ക്ക് നെഗറ്റീവ് ചാർജുമാണുള്ളത്. ചാർജ് ഇല്ലാത്ത വികിരണമാണ് ഗാമ. ചാർജ് ഇല്ലാത്ത വികിരണമാണ് ഗാമ. ആൽഫ വികിരണം ഹീലിയം ന്യൂക്ലിയസിനും ബീറ്റ വികിരണം ഇലക്ട്രോണിനും സമാനമാണ്. ആൽഫ വികിരണം ഹീലിയം ന്യൂക്ലിയസിനും ബീറ്റ വികിരണം ഇലക്ട്രോണിനും സമമാണ്. പ്രകാശത്തിൻ്റെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ. 3 × 10⁸ m/s. പ്രകാശത്തിൻ്റെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ. 3 × 10⁸ m/s. ആൽഫ, ബീറ്റ വികിരണങ്ങൾ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ആൽഫ, ബീറ്റ വികിരണങ്ങൾ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഗാമ വികിരണങ്ങൾ കണ്ടെത്തിയത് പോൾ വില്യാർഡ്. ഗാമ വികിരണങ്ങൾ കണ്ടെത്തിയത് പോൾ വില്യാർഡ്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ആര്? ഓട്ടോ ഹാൻ. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ആര്? ഓട്ടോ ഹാൻ. ഒന്നുകൂടെ പറയാം, ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ആര്? ഓട്ടോ ഹാൻ. അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസിനെ ന്യൂട്രോൺ ഉപയോഗിച്ച് അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസിനെ ന്യൂട്രോൺ ഉപയോഗിച്ച് അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ, അണുവിഘടനമാണ്. ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ, അണുവിഘടനമാണ്.
ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺ ഹെയ്മർ ആണ്. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺ ഹെയ്മർ ആണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷനാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷനാണ്. ആറ്റം ബോംബിൽ ഉപയോഗിച്ച ആദ്യ മൂലകം യുറേനിയം 235 സമ്പുഷ്ട യുറേനിയം. ആറ്റം ബോംബിൽ ഉപയോഗിച്ച ആദ്യ മൂലകം യുറേനിയം 235 സമ്പുഷ്ട യുറേനിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ആദ്യമായി ഉപയോഗിച്ച ഇന്ധനം സമ്പുഷ്ട യുറേനിയം U-235 ആണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ആദ്യമായി ഉപയോഗിച്ച ഇന്ധനം സമ്പുഷ്ട യുറേനിയം U-235 ആണ്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ഓട്ടോ ഹാനും സ്ട്രോസ്മാനും ചേർന്നാണ്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ഓട്ടോ ഹാനും സ്ട്രോസ്മാനും ചേർന്നാണ്. ചെയിൻ റിയാക്ഷനെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് എൻറിക്കോ ഫെർമി. ചെയിൻ റിയാക്ഷനെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് എൻറിക്കോ ഫെർമി. സൂര്യനിൽ നിന്നും നമുക്ക് നിരന്തരമായ ഊർജം ലഭിക്കാൻ കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ നിന്നും നമുക്ക് നിരന്തരമായ ഊർജം ലഭിക്കാൻ കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ. അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസിനെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസിനെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം നടക്കുന്നതിന് കാരണം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം നടക്കുന്നതിന് കാരണം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബാണ്. ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബാണ്. ഒന്നുകൂടെ പറയാം, ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ്ജ സ്രോതസ്സാണ് ആണവ നിലയം. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ്ജ സ്രോതസ്സാണ് ആണവ നിലയം. അതത്രയുള്ള ടോപ്പിക്ക്. ഇനി നമ്മൾ നോക്കുന്നത് ഊർജ്ജതന്ത്രത്തിൽ തന്നെ പ്രവൃത്തിയും ശക്തിയും. ഒന്നുകൂടെ പറയാം, പ്രവൃത്തിയും ശക്തിയും. നമുക്ക് നോക്കാം. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. ഒരു വസ്തുവിന് ബലം പ്രയോഗിക്കുമ്പോൾ ഒരു വസ്തുവിനെ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ വസ്തു പ്രവൃത്തി വർക്ക് ചെയ്തു എന്ന് പറയാം. ഒരു വസ്തുവിന് ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിനെ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ വസ്തു പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. പ്രവൃത്തിയുടെ SI യൂണിറ്റാണ് ജൂൾ. പ്രവൃത്തിയുടെ SI യൂണിറ്റാണ് ജൂൾ. പ്രവൃത്തിയുടെ CGS യൂണിറ്റാണ് എർഗ്. പ്രവൃത്തിയുടെ CGS യൂണിറ്റാണ് എർഗ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. W ഈക്വൽ ടു F/S. പ്രവൃത്തി ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. W ഈക്വൽ ടു F/S. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പവർ ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയം. ഒന്നുകൂടെ പറയാം. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പവർ ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയം. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. യന്ത്രങ്ങളുടെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കുതിരശക്തി, ഹോഴ്സ് പവർ. യന്ത്രങ്ങളുടെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കുതിരശക്തി, ഹോഴ്സ് പവർ. ഒരു കുതിരശക്തി ഈക്വൽ ടു 746 വാട്ട്. ഒരു കുതിരശക്തി ഈക്വൽ ടു 746 വാട്ട്. ഇലക്ട്രിക് പവർ അളക്കുന്ന യൂണിറ്റ് വാട്ടാണ്. ഇലക്ട്രിക് പവർ അളക്കുന്ന യൂണിറ്റ് വാട്ടാണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ നമുക്ക് നോക്കാം. ജൂൾ നിയമം ആവിഷ്കരിച്ചു. പ്രവൃത്തി അല്ലെങ്കിൽ ഊർജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ്. പ്രവൃത്തി അല്ലെങ്കിൽ ഊർജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ്. ജൂൾ നിയമം ആവിഷ്കരിച്ചു. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ഒന്നുകൂടെ പറയാം, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജൂൾ നിയമം ആവിഷ്കരിച്ചു. പ്രവൃത്തി അല്ലെങ്കിൽ ഊർജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ്.
അപ്പം അത് അത്രയും ഒരു സ്മോൾ ടോപ്പിക്കാണ്. അടുത്തത് അത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് നോക്കാം ചലനവും ബലവും. ഊർജ്ജതന്ത്രത്തിൽ തന്നെ ചലനവും ബലവും. വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനം വർത്തുള ചലനം. വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനം വർത്തുള ചലനം. ഒരു വസ്തുവിന് ബലം കൊടുക്കുമ്പോൾ അതിന് സ്ഥാനമാറ്റം ഉണ്ടായാൽ ആ വസ്തു ചലിച്ചു എന്ന് പറയാം. ഒരു വസ്തുവിന് ബലം കൊടുക്കുമ്പോൾ അതിന് സ്ഥാനമാറ്റം ഉണ്ടായാൽ ആ വസ്തു ചലിച്ചു എന്ന് പറയാം. ചലനം പല വിധത്തിലുണ്ട്. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. ഉദാഹരണം ഞെട്ടിട്ടു വീഴുന്ന മാമ്പഴം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. ഉദാഹരണം ഞെട്ടറ്റു വീഴുന്ന മാമ്പഴം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണചലനം റൊട്ടേഷണൽ മോഷൻ. ഉദാഹരണം പമ്പരം കറക്കുന്നത്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണചലനം റൊട്ടേഷണൽ മോഷൻ. ഉദാഹരണം പമ്പരം കറങ്ങുന്നത്. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ഉദാഹരണം കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറങ്ങുന്നു. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ഉദാഹരണം കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു. ഊഞ്ഞാലിൻ്റെ ആട്ടം ഏത് ചലനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദോലന ചലനം. ഊഞ്ഞാലിൻ്റെ ആട്ടം ദോലന ചലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം ഓസിലേഷൻ. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം ഓസിലേഷൻ. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനം എന്നിവ ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനം എന്നിവ ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം വൈബ്രേഷൻ എന്ന് പറയുന്നു. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം വൈബ്രേഷൻ എന്ന് പറയുന്നു. ജാവലിൻ ത്രോ, ഡിസ്ക് ത്രോ എന്നിവയുടെ ചലനപാത എല്ലായ്പ്പോഴും പരാബോള ആയിരിക്കും. ഇങ്ങനെയുള്ളവയെ പ്രൊജക്ടൈലുകൾ എന്ന് പറയുന്നു. ജാവലിൻ ത്രോ, ഡിസ്ക് ത്രോ എന്നിവയുടെ ചലനപാത എല്ലായ്പ്പോഴും പാരാബോള ആയിരിക്കും. ഇങ്ങനെയുള്ളവയെ പ്രൊജക്ടൈലുകൾ എന്ന് പറയുന്നു. ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്നത് 45 ഡിഗ്രി കോണളവിലാണ്. ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്നത് 45 ഡിഗ്രി കോണളവിലാണ്. ചലനവുമായി ബന്ധപ്പെട്ടതാണ് ദൂരം, സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം എന്നിവ. ചലനവുമായി ബന്ധപ്പെട്ടതാണ് ദൂരം, സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം എന്നിവ. ദൂരത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. ദൂരത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ഡിസ്റ്റൻസ്. ഒരു വസ്തുവിൻ്റെ ആദ്യ സ്ഥാനത്ത് നിന്നും ഇനിഷ്യൽ പോയിന്റ് അന്ത്യസ്ഥാനത്തേക്കുള്ള ഫൈനൽ പോയിന്റ് നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു വസ്തുവിൻ്റെ ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും SI യൂണിറ്റ് മീറ്ററാണ്. ദൂരം പ്രസ്താവിക്കുന്ന മറ്റു യൂണിറ്റുകളാണ് കിലോമീറ്റർ, നോട്ടിക്കൽ മൈൽ, പ്രകാശവർഷം, പാരാലിറ്റിക് സെക്കൻഡ് അഥവാ പെർസെക്. ദൂരം പ്രസ്താവിക്കുന്ന മറ്റ് യൂണിറ്റുകളാണ് കിലോമീറ്റർ, നോട്ടിക്കൽ മൈൽ, പ്രകാശവർഷം, പാരാലിറ്റിക് സെക്കൻഡ് അഥവാ പെർസെക്. വ്യോമഗതാഗതത്തിനും സമുദ്രഗതാഗതത്തിനും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ്. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്ററാണ്. ഒരു നോട്ടിക്കൽ മൈൽ ഈക്വൽ ടു 1.852 കിലോമീറ്റർ. ഒരു മൈൽ ഈക്വൽ ടു 1.609 കിലോമീറ്റർ. പ്രകാശവർഷം എന്തിനെ സൂചിപ്പിക്കുന്നു? ദൂരം. ദൂരം. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാരാലിറ്റിക് സെക്കൻഡ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാരാലിറ്റിക് സെക്കൻഡ്.
ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് AU. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് AU. ഒരു AU 1 AU ഈക്വൽ ടു 15 കോടി കിലോമീറ്റർ. 1 AU ഈക്വൽ ടു ഒരു AU ഈക്വൽ ടു 15 കോടി കിലോമീറ്റർ. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. ഒരു പാരാലറ്റിക് സെക്കൻഡ് അഥവാ ഒരു പാർസെക് ഈക്വൽ ടു 3.26 പ്രകാശവർഷം. ഒരു പാരാലറ്റിക് സെക്കൻഡ് അഥവാ ഒരു പാർസെക് ഈക്വൽ ടു 3.26 പ്രകാശവർഷം. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? പെർസെക്. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? ഓപ്ഷൻസ് ഉണ്ട്: നാനോമീറ്റർ, പെർസെക്, പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആൻസർ പെർസെക്. പെർസെക് അതായത് ഒരു പാരാലറ്റിക് സെക്കൻഡ് അഥവാ ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. ഓക്കെ, അടുത്തത് നോക്കാം. വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് സമയം കൊണ്ട് വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗത. യൂണിറ്റ് സമയം കൊണ്ട് വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗത. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം, വെലോസിറ്റി. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം, വെലോസിറ്റി. വേഗതയുടെയും പ്രവേഗത്തിൻ്റെയും യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ്. വേഗതയുടെയും പ്രവേഗത്തിൻ്റെയും യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം, ആക്സിലറേഷൻ. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം, ആക്സിലറേഷൻ. ത്വരണത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെഗറ്റീവ് ത്വരണത്തെ മന്ദീകരണം, റിട്ടാർഡേഷൻ എന്ന് പറയുന്നു. നെഗറ്റീവ് ത്വരണത്തെ മന്ദീകരണം, റിട്ടാർഡേഷൻ എന്നു പറയുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക്, ഷെയർ ചെയ്യണം ഫ്രണ്ട്സുമായിട്ട്. കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ഇടണം. പിന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.